പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിന്റെ ഇടത് വലത് അസ്ഥികളിൽ പൊട്ടൽ. ഇടതസ്ഥികളുടെ സ്ഥാനം തെറ്റി. ഷാഫിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും വിശ്രമം ആവശ്യമെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, 2 തവണ ലാത്തി കൊണ്ട് ഷാഫിക്ക് അടിയേറ്റിട്ടുണ്ട്. ഈ ഗുരുതരമായ പൊട്ടലുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്? ആരോഗ്യനില എങ്ങനെയുണ്ട് ഷാഫിയുടെ? ആര്യ, ഷഫി പറമ്പിൽ എംപിയുടെ പരിക്ക് ഗുരുതരമല്ല, നാടകമായിരുന്നു എന്നൊക്കെയാണ് CPM ഇന്നലെ വാദിച്ചിരുന്നത്. അങ്ങനെ ഒരു ആരോപണമാണ് ഉയർത്തിയത്. പക്ഷേ ഇപ്പോൾ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ അങ്ങനെയല്ല പറയുന്നത്. കാരണം കൃത്യമായി തന്നെ ഷഫി പറമ്പിൽ എംപിയുടെ മൂക്കിന് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. മൂക്കിൻ്റെ ഇടത് വലത് അസ്ഥികളിൽ പൊട്ടലുണ്ടായി. ഒപ്പം ഇടതസ്ഥികളുടെ സ്ഥാനം തെറ്റിയെന്നും പറയുന്നു. ഷഫിയുടെ ഇപ്പോൾ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു ശസ്ത്രക്രിയ. അതിനുശേഷം അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ സൂചിപ്പിക്കുന്നത്. ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ, അതിക്രമം ഉണ്ടായതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിച്ചതാണ്. മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ CT സ്കാനിന് വിധേയനാക്കി. അതിലാണ് ഈ അസ്ഥികളുടെ പൊട്ടൽ കണ്ടെത്തിയത്. മൂക്കിന് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. പിന്നാലെ ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1:30 മണി സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയകൾ ആരംഭിച്ചു. ഏതാണ്ട് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയായിരുന്നു എന്നാണ് ഡോക്ടേഴ്സുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. അതിനുശേഷം നിലവിൽ ഇപ്പോൾ അദ്ദേഹം ICUവിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പറയുന്നു. കോൺഗ്രസ് നേതാക്കൾ, UDFിൻ്റെ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെയുള്ളവർ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില, ആരോഗ്യ വിവരങ്ങളൊക്കെ ആരായുകയും ചെയ്തിരുന്നു. ആര്യ, അഭിജിത്ത്, ഇക്കാര്യത്തിൽ പോലീസിന്റെ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. ലാത്തി ചാർജ് ചെയ്തിട്ടില്ല, ഷാഫിയെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെ ആവർത്തിക്കുകയായിരുന്നു. പക്ഷേ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ തെളിവുകളാണ്. ഇപ്പോൾ മൂക്കിന്റെ പരിക്ക്, മറ്റ് ഗുരുതരമായ പരിക്കുകളില്ല എങ്കിൽ പോലും ഈ മൂക്കിന്റെ പൊട്ടൽ എന്നത് പറയുന്നത് ഗൗരവമുള്ള സ്വഭാവത്തിൽ തന്നെ എടുക്കേണ്ട ഈ മർദ്ദനത്തെ. തീർച്ചയായും ആര്യ, അക്കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെ അവിടെ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെയായിരുന്നു പോലീസിൻ്റെയും ഒപ്പം തന്നെ CPM നേതാക്കളുടെയും വാദം. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് ഇന്ന് പുറത്തു വന്ന വീഡിയോയിലൂടെ തന്നെ വ്യക്തമായതാണ്. കാരണം ആ വീഡിയോയിൽ കൃത്യമായി ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ പോലീസ് ലാത്തി ഉപയോഗിച്ച് ആക്രമിക്കുന്നുണ്ട്. 2 തവണ അദ്ദേഹത്തിൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഈ ലാത്തി കൊണ്ടുള്ള അടിയേൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുകയും ചെയ്യാം. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നത്. തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ പറഞ്ഞത് അവിടെ ഒരു വാക്കുതർക്കം പോലീസും UDF പ്രവർത്തകരും തമ്മിലുണ്ടായി. അതിന് പിന്നാലെ ഈ പ്രവർത്തകരെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നതിനാവശ്യമായ കണ്ണീർ വാതകം പ്രയോഗിച്ചു. നേരെ മറിച്ച് ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ വാദം. പക്ഷേ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ തെളിയിക്കുന്നത് പോലീസ് ലാത്തി ഉപയോഗിച്ച് തന്നെ UDF പ്രവർത്തകരെ നേരിട്ടിട്ടുണ്ട്. അതിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതും അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നതും. ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിനിൽ കൃത്യമായി അദ്ദേഹത്തിന് ഏതൊക്കെ തരത്തിലുള്ള പരിക്കുകളാണ് വന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ വാദങ്ങൾ പൊളിയുകയാണ്. CPM ഉയർത്തിയ വാദങ്ങൾ പൊളിയുകയാണ്. ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ലാത്തി ഉപയോഗിച്ചുള്ള മർദ്ദനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ കോൺഗ്രസ് പുറത്തുവിട്ട ആ ദൃശ്യങ്ങൾ കൂടി അതിനൊരു തെളിവാണ്. ആര്യ, ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ 2 അസ്ഥികൾക്കാണ് പൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.